ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ സ്ക്വാഡ് നേരത്തെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പരിക്കുകൾ കാരണം ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുത്തേണ്ടി വന്നു. ഇന്നലെ മാത്യൂസ് കുഞ്ഞയ്ക്ക് പരിക്കേറ്റു. പകരം സാമുവൽ ലിനോയെ അദ്ദേഹം ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി സ്ട്രൈക്കർ പൊസിഷനിൽ ഏത് താരത്തെ ഉപയോഗപ്പെടുത്തും, അത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ പ്രിയപ്പെട്ട താരമാണ് റിച്ചാർലിസൺ. അദ്ദേഹത്തെ നേരത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച പോലെ അദ്ദേഹത്തിന് തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല. റിച്ചാർലിസൺ ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു മികവിലേക്ക് സമീപകാലത്ത് ഉയരാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടില്ല. ഡിസംബർ 2023 മുതൽ കേവലം 12 ഗോളുകൾ മാത്രമാണ് റിച്ചാർലിസൺ ആകെ നേടിയിട്ടുള്ളത്. ഇതല്ല ഒരു സ്ട്രൈക്കറിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ബ്രസീലിനെ പോലെയുള്ള ഒരു വലിയ ടീമിന് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു മികവ് പോരാ. ഇതിനേക്കാൾ മികച്ച രൂപത്തിൽ കളിക്കേണ്ടതുണ്ട്. അതേസമയം ആരാധകരുടെ ഒരു ആവശ്യം ഉയരുന്നത് അത് ജാവോ പെഡ്രോയുടെ കാര്യത്തിലാണ്. അദ്ദേഹമാണ് ബ്രസീലിന്റെ പുത്തൻ പ്രതീക്ഷ. അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തണം എന്നാണ് ബ്രസീലിയൻ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ചെൽസിയിലേക്ക് എത്തിയ ജാവോ പെഡ്രോ ഗംഭീര പ്രകടനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചെൽസിക്ക് വേണ്ടി ആകെ 6 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതിൽ നിന്ന് 5 ഗോളുകൾ നേടാൻ ജാവോ പെഡ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കി എന്ന് പറയുമ്പോൾ ഓരോ 59 മിനിറ്റിനിടയിലും ഓരോ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ജാവോ പെഡ്രോക്ക് കഴിയുന്നുണ്ട്. അത്രയേറെ മാസ്മരികമായ പ്രകടനമാണ് ഈ ബ്രസീലിയൻ താരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ റിച്ചാർലിസണെയല്ല, പകരം ജാവോ പെഡ്രോയെയാണ് കാർലോ ആഞ്ചലോട്ടി ഇനി പരീക്ഷിക്കേണ്ടത് എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത്. ആഞ്ചലോട്ടി ഈ ഒരു സൂപ്പർ താരത്തിന് അവസരം നൽകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മാത്യൂസ് കുഞ്ഞ പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ജാവോ പെഡ്രോക്ക് നറുക്കു വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.